പിന്നെ ഞങ്ങൾ ഈ മാസം 12, 13, 14 തീയതികളിൽ നമ്മൾ ഹൈവേ ഡെലിവറി ഉണ്ട്. അപ്പോൾ ഒത്തിരി പേര് ഓൾറെഡി അതിൽ നമ്മളെ ഓർഡർ കൺഫേം ആയതുണ്ട്. ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. എവിടേക്കാണ് റൂട്ട് വരുന്നത്? നമ്മൾ കോഴിക്കോട് മുതൽ ട്രിവാൻഡ്രം NH 66 റിട്ടേൺ നമ്മൾ MC റോഡ് വഴി കോട്ടയം എറണാകുളം വഴി കാലിക്കറ്റിലേക്ക്, അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. ഹായ് ഹലോ, ഇന്ന് നമ്മളുള്ളത് ട്രോപ്പിക്കൽ മലബാറിക്കസിലാണ് കേട്ടോ. ഒരു അടിപൊളി അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ പ്ലാന്റുകൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് സ്പെഷ്യൽ ഐറ്റംസ്, ഏതൊക്കെയാണ് ഇപ്പോൾ സെയിലിന് തയ്യാറായിട്ടുള്ളത്, അങ്ങനെ അടങ്ങുന്ന ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ. നല്ല മഴയാണ്, അപ്പോൾ മഴക്കാലമാണ്, പ്ലാന്റുകളൊക്കെ വെക്കാൻ പറ്റിയ അനുയോജ്യമായ സമയം തന്നെയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടിക്കോളൂ. ഹായ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ട്രോപ്പിക്കൽ മലബാറിക്കസിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം അറിയാത്തവർക്കായിട്ട്. പലർക്കും അറിയാം, നമ്മൾ മുന്നേ രഞ്ജിത്ത് തന്നെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും ആരെങ്കിലും പുതിയ ഉണ്ടെങ്കിൽ കൂടെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മളതായ കുറേ പ്ലാൻസാണ് നമ്മൾ കണ്ടെത്തി, അല്ലെങ്കിൽ നമ്മൾ കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നമ്മൾ തൃപ്തിപ്പെട്ട, നമുക്കൊരാൾക്ക് കൊടുക്കണമെന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ, അതായത് ഒരാൾ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആ ഫ്രൂട്ട് വെച്ച് അതിന് ഫലം കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും മോശം പറയാത്ത ഫ്രൂട്ടുകൾ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് അത് ഒരാൾക്കും ഒരു മോശം തോന്നാത്ത ടൈപ്പ് ഫ്രൂട്ടുകളാണ് നമ്മൾ ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിൽ മാവുണ്ട്. പിന്നെ നമ്മുടെ വിക്ടോറിയ, നമ്മുടെ സ്വന്തം വിക്ടോറിയ. ഇപ്പം പലരും ഇങ്ങനെ വിക്ടോറിയ അവിടെ കിട്ടുന്നുണ്ട് ഇവിടെ കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല, ഞങ്ങളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ. മദർ പ്ലാന്റ് നമ്മളതിൽ മാത്രമേ ഉള്ളൂ, വിക്ടോറിയ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ കാണാം, രഞ്ജിത്തിന് കാണാം, ഇവിടെ ധാരാളം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു 3-4 ബാച്ച് നമ്മൾ ഓൾറെഡി ആൾക്കാരത്ത് എഴുത്തി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ഒരുപാട് കർഷകർക്ക് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ 300-400 തൈകൾ വെച്ച ആൾക്കാരുണ്ട്. പിന്നെ നമ്മുടെ തന്നെ പിന്നെ ഷുഗർ ക്രീം, അതും വേറെ ട്രെൻഡായിട്ടുള്ളൊരു മാവാണ്. സൂപ്പർ എന്ന് പറയുന്നത് നമുക്ക് എക്സ്ട്രീം സൂപ്പർബാണ് അത്. നമ്മളെ ബ്രിക്സ് മീറ്ററിൽ ഇത്രയും കൂടുതൽ ബ്രിക്സ് കിട്ടിയൊരു മാംഗോ ഇത് മാത്രമാണ്, വേറെ ഇല്ല. അതെ, നമ്മൾ മാത്രമല്ല കേട്ടോ, നമ്മൾ ഒരു 10-200 പേർക്കെങ്കിലും നമ്മളത് നമ്മുടെ നഴ്സറിയിൽ വന്നിട്ടും മറ്റുമായിട്ട് നമ്മളത് കഴിക്കാനും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നുള്ളത് നമ്മൾ കണ്ടെത്തിയ വേറെ, അല്ലെങ്കിൽ നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത കുറേ മാവുകളുണ്ട്. കൂടാതെ കുറച്ച് പിന്നെ US വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ സയണ് ഗുജറാത്തിൽ നിന്നും മറ്റും വന്നതും ഫ്ലോറിഡയിൽ നിന്നും വന്നതും ആയ കുറേ മാവുകളുണ്ട്. അതും ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൂടുതലായിട്ട് ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്തതിനാണ് ഞങ്ങളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ പാര വെറൈറ്റീസ് ഉണ്ട്. അത് കുറച്ച് നമുക്ക് ഇവിടെ കിട്ടാത്ത കുറച്ച് വെറൈറ്റികൾ നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ടുണ്ട്, വെസ്റ്റ് ബംഗാളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ ടാഗിൽ തന്നെ കറക്റ്റ് മെൻഷൻ ചെയ്യും. പ്രൊഡക്ഷൻ എവിടെയാണ്, കേരളത്തിലാണ് കേരളത്തിൽ, പിന്നെ കൊൽക്കത്ത ആണെങ്കിൽ കൊൽക്കത്ത, അങ്ങനെ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടാണ് ടാഗിൽ പോലും ഞങ്ങളെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ടാഗിനെ പറ്റിയിട്ട്. അപ്പോൾ ടാഗ് കാണിച്ചു തരാം. ഇതാ സൂപ്പർ ക്യൂനാണ്, ക്യൂജായ് പ്രൊഡക്ഷൻ വെസ്റ്റ് ബംഗാളിൽ നിന്ന് തന്നെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്ന പ്ലാന്റ് ആണ്. ഞങ്ങളിവിടെ ഗ്രാഫ്റ്റ് ചെയ്തതല്ല. പിന്നെ എന്താ വെച്ചാൽ വെസ്റ്റ് ബംഗാളിൽ വന്ന് അങ്ങനെ തന്നെ കൊടുക്കല്ല, അതിന് ഒരു പ്രത്യേക ചളിമണ്ണാണ് അവരുത്. അത് നമ്മളിവിടെ പിടിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ആ മണ്ണൊക്കെ കുറേയൊക്കെ നീക്കം ചെയ്ത് ഹ്യൂമിക് ആസിഡും ഫൾവിക്കൊക്കെ കൊടുത്ത് വേര് പിടിപ്പിക്കാനുള്ള. രഞ്ജിത്തിന് ഇപ്പോൾ ഇത് കണ്ടാലറിയാം, ഈ കണ്ടോ നമ്മുടെ പോട്ടി മിക്സ് ആയിട്ടിരിക്കുന്നത് കണ്ടോ, ഭൂമി കൂടുതലുള്ള പോട്ടി മിക്സ്. എന്നിട്ട് ഞങ്ങൾ മിക്സ് കൊടുത്തിട്ടാണ് തൈ ഒന്ന് വളർത്തും. ഇതൊക്കെ കൂടെ വന്നതിന് ശേഷമാണിത് പെട്ടെന്ന് കയറി വന്നാൽ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് വരുന്ന പ്ലാന്റുകൾ ഇപ്പോൾ 100 വരികയാണെങ്കിൽ അതിലൊരു 10-20 പോവാനുള്ള ചാൻസ് ഉണ്ട്, വളരെ കൂടുതലാണ്. അതൊക്കെ കേട് കളഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതാണ് നമ്മളെ മെയിൻ ആയിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? തായ് വെറൈറ്റി ഒക്കെ നമ്മൾ കമ്പാരിറ്റീവ്ലി നോർമൽ റേറ്റിൽ ഒരു 350-400 ആ റേറ്റിൽ തന്നെ വരുന്നത്. അതിൽ കുറഞ്ഞുകൊണ്ട് 250 മുതൽ തൈകളുണ്ട്. നാംഡോക്കൊക്കെ 200 കൊടുക്കുക, 199 കൊടുക്കുന്നത്. നമ്മളെ ഒരു സ്പെഷ്യൽ വെറൈറ്റി മാംഗോ ആണ്. ഇതിൻ്റെ പേരാണ് ഷുഗർ ക്രീം. ഞങ്ങൾ തന്നെ ഇട്ട പേരാട്ടോ ഷുഗർ ക്രീം എന്നുള്ളത്. കണ്ടോ, നമ്മൾ തന്നെ വെറൈറ്റിയാണ്, നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന വെറൈറ്റിയാണ്. എന്തുകൊണ്ടാണ് ഈ ഷുഗർ ക്രീം ഇട്ടത്? അതായത് ഹൈ സ്വീറ്റ്നെസ് ആണ്. അതായത് ബ്രിഡ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ 30ന്റെ മുകളിലേക്ക് മെജോറിറ്റി ടൈം നമുക്ക് കിട്ടി. രഞ്ജിത്ത് തന്നെ കഴിച്ചതാണ്, രഞ്ജിത്ത് കഴിച്ച് നേരി കണ്ടതാണത്. നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്തതാണ് ഈ സംഭവം. ഇളിവാറി സത്യം പറഞ്ഞ. പിന്നെ ഒരു ക്രീമി ടെക്സ്ചർ ആണത്, നല്ല ക്രീമി ടെക്സ്ചർ. തീരെ നാരില്ല എന്നുള്ളതും പ്രത്യേകതയാണ്. തൊലി ഹാർഡാണ്, എന്നാൽ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആണ്. പുഴുക്കേട് കാര്യമില്ല. പിന്നെ നല്ല ബഞ്ച് ഫ്രൂട്ടിംഗ് ആണ്, അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. പിന്നെ അതന്നെ നല്ല ക്രീം ടെക്സ്ചറാണ്, സൂപ്പർ സ്വീറ്റ്. ശരിക്കും നമ്മളൊരു വീട്ടിൽ
തീർച്ചയായും വെച്ചിരിക്കേണ്ട ഒരു വെറൈറ്റിയാണത്. നിർബന്ധമായിട്ട് വെക്കണം കേട്ടോ ഈ ഒരു മാവ്. ഒരു മാംഗോ ലവറിനാണെങ്കിൽ നമ്മൾ ഈ ഒരു മാവ് വെക്കണം എന്നാണ്. അല്ല നമ്മുടെ വീട്ടിലേക്ക് സെലക്ട് ചെയ്യുന്ന 10 ഫ്രൂട്ടുകളിൽ ഒന്ന് ഇത് എന്തായാലും ഉൾപ്പെടുത്തേണ്ടതാണ്. അത് നമ്മളെ ഈ ക്ലൈമറ്റിൽ നല്ലപോലെ കായ്ക്കുന്നതാണ്, ബഞ്ചായി കായ്ക്കുന്നതാണ്, ഹെവി ആയിട്ട് കാപിടുത്തം. അത് ഞങ്ങൾ വെറുതെ പറയില്ല കേട്ടോ രഞ്ജിത്ത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 100-200 പേർക്ക് ഞങ്ങൾ ഇവിടെ മാങ്ങ കൊടുത്ത് ഇവിടെ ഞങ്ങൾ അനൗൺസ് ചെയ്തിരുന്നു. ഞങ്ങൾ ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്തിരുന്നു, നഴ്സറി ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്തിരുന്നു. അല്ലാണ്ട് ഞങ്ങൾ പരിചയക്കാരൊക്കെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ നഴ്സറിയിലേക്ക് വരുന്നുള്ളൂ, നമ്മൾ ഈ മാങ്ങ കഴിക്കാം. എന്തുകൊണ്ടാണ് ഈ മാങ്ങ ഇത്രയും ഹൈപ്പ് അല്ലെങ്കിൽ ഇത്രയും നമ്മൾ പറയാൻ കാരണം എന്നുള്ളത് ആൾക്കാർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത്രയും പേർക്ക് അല്ലേ ഏകദേശം ഒരു 100-200 പേർക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു ഇപ്രാവശ്യം. അതെ. അപ്പൊ അവരുടെ റിവ്യൂ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഷുവറാണ് കാര്യങ്ങൾ. നമ്മളെ ഒന്നുകൂടി കോൺഫിഡൻസ് ആയി. നമ്മൾ പറഞ്ഞത് ചുമ്മാ നമ്മളെ മാത്രം എക്സ്പീരിയൻസ് അല്ല എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടേസ്റ്റ് ആവൂല, പുറത്തുനിന്ന് വരുന്ന ഒരാൾക്കുള്ള ടേസ്റ്റ്. ആര് കഴിച്ചിട്ടും അത് മോശം എന്ന് പറഞ്ഞില്ല. ഓക്കെ, നമുക്ക് തൈകളൊക്കെ എത്ര രൂപ മുതലാ? 1500 രൂപയായിരുന്നു ശരിക്കും നമ്മൾ തൈക്ക്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പുതിയ നഴ്സറിയാണ്, നമ്മൾ 5-8 മാസമായിട്ടുള്ളൂ. ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അത് 1300 കൊടുക്കും. നമ്മൾ ഓഫർ ആയിട്ടില്ല, നമുക്കൊരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ആൾക്കാർക്ക് ഒരു 1300 കൊടുക്കാണ്. ഇപ്പൊ ഈ ഒരു 1300 തൈ വാങ്ങിയാൽ നമുക്ക് എത്ര സമയം കൊണ്ട് റിസൾട്ട്? അതായത് ഏത് മാവ് വെച്ചാലും പിന്നെ നമ്മൾ പറയില്ലേ 3 വർഷം കഴിക്കും, 4 അല്ലെങ്കിൽ 2 വർഷം കഴിക്കും. നമ്മൾ അങ്ങനെ പറയുന്നതിന് മുന്നേ നമ്മൾ മാവ് നടേണ്ട സ്ഥലവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു വലിയ ഘടകമാണ്. നല്ല വെയിലുണ്ടെങ്കിൽ മിനിമം 3 വർഷമെങ്കിലും വേണം. അല്ലാണ്ട് 3 വർഷം അങ്ങനെയാണ് പറയാം. അതായത് മിനിമം 3 വർഷമെങ്കിലും വേണം, മാവിന് വേണം. 3 to 5 years അതാണ് ശരിക്കും ഒരു കറക്റ്റ് ടൈം. അതിന് മുന്നേ മാവ് ഫ്ലവർ ചെയ്യാം, ചിലപ്പോൾ കായ്ക്കാം. പക്ഷെ അതിൻ്റെ ഒരു ഐഡിയൽ ടേസ്റ്റ് അല്ലെങ്കിൽ ആ എക്സാക്ട് ടേസ്റ്റ് വരണമെങ്കിൽ മാവ് ഒന്ന് മെച്ചുവർ ആവണം. അപ്പോഴേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. പലരും ഇത് പറയൂല, കാരണം നമ്മൾ പെട്ടെന്ന് എല്ലാവർക്കും ആഗ്രഹം പെട്ടെന്ന് കഴിക്കാനാണ്. സത്യമാണ്, ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ്. അതിനെ നമ്മൾ മിസ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ നമ്മൾ മുതലെടുക്കുക ചെയ്തിട്ടാണ് പലരും പറഞ്ഞത് 2ാം വർഷം കഴിക്കുക അല്ല 1.5 വർഷം കൊണ്ട് കഴിക്കും. മിനിമം 3 വർഷം കഴിക്കണം വേണമെന്നാണ് ഞങ്ങൾ പറയാം. പക്ഷെ അതിന്റെ മുന്നേ കായ്പിച്ച് കഴിഞ്ഞാലും പ്ലാന്റിന് ഹെൽത്തിന് ഇഷ്യൂ വരും, വളർച്ച കുറയും. പിന്നീടുള്ള അതൊരു മാവ് എന്ന് പറഞ്ഞാൽ 10-50-100 കൊല്ലൊക്കെ പിന്നെ നിൽക്കേണ്ട സാധനമല്ലേ. അപ്പൊ അതിന് എത്ര പെട്ടെന്ന് കായ്പിച്ച് അതിന്റെ തുടക്കത്തിലെ അതിന്റെ വളർച്ചയ്ക്ക് മടുപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ടുള്ള കാര്യങ്ങളും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ അതായത് ഷുഗർ ക്രീമിന്റെ തൈയാണിത്. ഇതിപ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ച് തൈകളുണ്ട്, അത്യാവശ്യം ബുക്കിംഗ് ഉണ്ട് ഞങ്ങൾക്ക്. നമുക്ക് കൊറിയർ കാര്യങ്ങളൊക്കെ എങ്ങനെ? കൊറിയർ ചെയ്യാം, DTDC വഴിയും മറ്റും കൊറിയർ ഉണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മൾ ഹൈദരാബാദ്, പൂനെ അവിടെ റിട്ടേൺ കൊറിയർ ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ പുറത്തേക്ക് തൈകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. തമിഴ്നാട് ചെയ്യുന്നുണ്ട്, കർണാടക ചെയ്യുന്നുണ്ട്. അതെ. പിന്നെ ഞങ്ങൾ ഈ മാസം 12, 13, 14 തീയതികളിൽ നമ്മൾ ഹൈവേ ഡെലിവറി ഉണ്ട്. അപ്പോൾ ഒത്തിരി പേര് ഓൾറെഡി അതിൽ നമ്മളെ ഓർഡർ കൺഫേം ആയതുണ്ട്. ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. എവിടേക്കാണ് റൂട്ട് വരുന്നത്? നമ്മൾ കോഴിക്കോട് മുതൽ NH66 റിട്ടേൺ നമ്മൾ MC റോഡ് വഴി കോട്ടയം എറണാകുളം വഴി കാലിക്കറ്റിലേക്ക് അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. ഇത് കണ്ടോ, ഇതാണ് താരം. ഇതാണ് ലെമൺ സെസ്റ്റ്. ലീഫ് നോക്കാം നിങ്ങൾക്ക്. ഇപ്പോൾ കേരളത്തിൽ ട്രെൻഡിങ് ആയി കൊണ്ടിരിക്കുന്ന ഒരു മാംഗോ വെറൈറ്റിയാണ് ലെമൺ സെസ്റ്റ്. ഞങ്ങൾ സൈഡ് ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഗുജറാത്തിൽ അനിൽ ഫാംസ് ഉണ്ട്, അവരെ ഫോളോ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഗുജറാത്തിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം വരുന്നത്. ഈ തൈന്റെ അതായത് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത് കറക്റ്റ്. പക്ഷേ ഇത് മദർ പ്ലാന്റിൽ നിന്ന് വന്നത് ഗുജറാത്തിൽ നിന്നാണ്. പക്ഷേ ഇത് ഫ്ലോറിഡ വെറൈറ്റിയാണ്. അവിടെ കണക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് എത്തിയതാണ്. നമുക്ക് ഇതിന്റെ ഒക്കെ തൈകൾ എത്ര രൂപ മുതലുള്ളത്? ഇപ്പൊ ലെമൺ സെസ്റ്റ് വന്നിട്ട് 3500 രൂപ. ഞങ്ങൾ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്താണ്. പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് മറ്റേ കൊൽക്കത്ത നിന്നൊക്കെ വരുന്നുണ്ട്. അതിന്റെ ഇത് നമുക്ക് എത്രത്തോളം ആധികാരികത നമുക്ക് പറയാൻ കഴിയില്ല. ഇത് ഞങ്ങൾക്ക് ഉറപ്പാണ്, 100% ഷുവർ ആണ്. ഇത് ഗ്യാരണ്ടിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഗ്യാരണ്ടിയിലാണ് ഇത്. അപ്പൊ ഇത് അഥവാ ലെമൺ സെസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ തൈ തന്നെ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. ആഫ്രിക്കൻ യെല്ലോ മാൾട്ട ഇതൊരു മുസംബി വെറൈറ്റിയാണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റ് നമ്മളെ കേരളത്തിലെ ക്ലൈമറ്റിൽ സെറ്റ് ആവുന്ന ഒരു വെറൈറ്റിയാണ്. നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ഇപ്പോൾ പൂ വന്ന് തുടങ്ങിയിട്ടുണ്ട് പലർക്കും. പിന്നെ ഇതിന്റെ പ്രത്യേകത യെല്ലോ കളറാണ്. നമ്മൾ സാധാരണ മുസംബി പറഞ്ഞാൽ ഒരു ലൈറ്റ് ഗ്രീനിഷ് കളറാണ്. ഇപ്പം മാർക്കറ്റിൽ അല്ലെങ്കിൽ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ വന്ന് തുടങ്ങിയ വാലൻസിയ എന്ന് പറഞ്ഞ വാലൻസിയ നല്ല മധുരമുള്ള ഒരു മാൾട്ട കൂടെയല്ലേ. നല്ല യെല്ലോ കളർ, വളരെ അട്രാക്റ്റീവ് ആണ് ഇതിന്റെ കളറ്, നല്ല സ്വീറ്റും ആണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ വന്ന് തുടങ്ങി തൈകൾ. ഓക്കെ, ഇത് ഞങ്ങൾ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. കൽക്കട്ട തൈകൾ തന്നെ കേട്ടോ. അത് ഞങ്ങൾ ഇവിടെ വന്ന് കവറൊക്കെ മാറ്റി വൃത്തിയായി വേരൊക്കെ പിടിപ്പിച്ച് വന്ന സാധനമാണ്. കണ്ടോ, ഇത് ലെയർ പ്ലാന്റ് ആണ് കേട്ടോ. ലെയർ പ്ലാന്റ് ആണ്, പെട്ടെന്ന് കായ്ച്ചോളും. എന്തായാലും
സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാലൻസിയ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റീസ് നമ്മൾ മുമ്പ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി കിടക്കുന്നു. മുന്നേ കഴിച്ചൊരു വീഡിയോ ഉണ്ട്. അതെ അതെ, ഞാനും മോനും കൂടി വീട്ടിലിരുന്ന് ഞങ്ങൾ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഷോപ്പിന്റെ ഫ്രൂട്ട് ഷോപ്പ് ആയിരുന്നു. അതിന്റെ ഇനാഗുറേഷന്റെ ഭാഗമായിട്ട് അവർ കുറെ വെറൈറ്റീസ് നമ്മൾ കൊടുത്തിരുന്നു. വിദേശ പഴങ്ങളൊക്കെ ഉള്ള അല്ലേ? അതെ അതെ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? സംഭവം അടിപൊളിയായിരുന്നു. അന്ന് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 തരം മുസംബീസ് അങ്ങനെ കമ്പാരിസൺ ചെയ്തിട്ടായിരുന്നു ആ ഒരു വീഡിയോ ചെയ്തത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് അന്ന് അതിൽ. കാരണം അത് പുറത്തുനിന്ന് വന്നതാണ്, പക്ഷെ നമ്മളിവിടെ കാലാവസ്ഥയിൽ ഇത് കിട്ടുക എന്ന് പറയുന്നത് നമുക്കതൊരു ബെനിഫിറ്റ് തന്നെയാണ്. നമുക്കിത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ ആ കഴിച്ചത് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും നമ്മളവിടെ. ഞാൻ അത് കഴിച്ചത് വെച്ചാൽ നമുക്കിത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതാണ് ദൂത് പേടോ. ദൂത് പേടോ നമ്മള് പാൽപേട പാൽപേടല്ലേ? നമ്മളത് റിവ്യൂ ചെയ്തിട്ടുണ്ട്. മുമ്പ് ഈ മാംഗോ റിവ്യൂ ചെയ്താ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു മാങ്ങയാണിത്. സൂപ്പർ മാങ്ങ ഉണ്ടോ ശരിക്കും. നമ്മള് പാൽപേട കഴിക്കുന്ന ഒരു ഫീല് ശരിക്കും ഒരു മിൽക്കി കറക്റ്റ് ഫീൽ കിട്ടും. സത്യം പറഞ്ഞാൽ എനിക്ക് കഴിക്കാനുള്ള ഭാഗ്യം കിട്ടില്ല. അടുത്ത തവണ ഉറപ്പായിട്ടും തരും. നമുക്ക് ഗുജറാത്തിൽ നിന്ന് വന്ന മാങ്ങയായിരുന്നു ഞങ്ങൾ കഴിച്ചത്. ഓക്കെ ഓക്കെ. ഇത് ഗുജറാത്തിൽ നിന്ന് വന്ന സയാണ് ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്താണ് ഇവിടെ. പുറത്തു വന്ന തയ്യല്ല, ഞങ്ങൾ തന്നെ തയ്യാണ്. ശരിക്കും നമ്മളെ ഈ ദൂത് പേട നമ്മൾ ആ പേരിനെ അന്വർത്ഥമാക്കുന്ന ഒരു ടേസ്റ്റാണ് ഇത്. അപ്പോൾ ഈ കളക്ടേഴ്സിനൊക്കെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു മാവാണ് ഈ ദൂത് പേടോ. ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണ്? ബഞ്ചായിട്ട് കായ്ക്കും? എങ്ങനെയാണ് ഇത്? ഫുഡ് സെറ്റിംഗ് നമ്മൾ ഇവിടുത്തെ നമ്മൾ കായ്ച്ചു തുടങ്ങിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റൂല. നമ്മളെ ഗുജറാത്തിലെ കാലാവസ്ഥ അല്ലല്ലോ ഇവിടെ. അപ്പോൾ എന്തായാലും റിസൾട്ട് ഉള്ള കേരളത്തിന്റെ വേറെ ആരുണ്ടോ അറിയില്ല കേട്ടോ, ആരെങ്കിലും അറിയില്ല. അപ്പോൾ ഒട്ടനവധി മാവുകൾ നമ്മൾ പല നഴ്സറിയിലും കാണാത്തതായിട്ടുള്ള മാവുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒന്ന് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പോയാലോ? ഗുലാബ് കാസ്. ഇത് ഗുലാബ് കാസ് ആണ്. ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്താണ്. ഇതൊക്കെ നമ്മുടെ സ്വന്തം സാധനം കേട്ടോ. സ്വന്തം സാധനമാണ്. കോക്കനട്ട് ക്രീം ഫ്ലോറിഡ വെറൈറ്റിയാണ്. അധികം പ്ലാന്റുകളും നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത വെറൈറ്റീസ് ആണല്ലോ. എന്താ സംഭവം? അങ്ങനെ സെലക്ട് ചെയ്യുന്നതാണ് നമ്മൾ നല്ല നല്ല വെറൈറ്റികൾ നോക്കി സെലക്ട് ചെയ്യുന്നതാണ്. ഫ്രൂട്ട് പഞ്ച്. അതെ, ഇത് ഫ്ലോറിഡ വെറൈറ്റി. ഇത് നമ്മൾ റിവ്യൂ ചെയ്തൊരു വെറൈറ്റിയാണ് കേട്ടോ. അടിപൊളി വെറൈറ്റി, കഴിക്കാൻ നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ്. അതായത് ട്രോപ്പിക്കൽ ഇൻഫോ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ ഇതിന്റെ ഒക്കെ റിവ്യൂസ് നോക്കിയുണ്ട് അല്ലേ? ഒട്ടുമിക്ക ഇവിടുത്തെ പ്ലാന്റുകളുടെയും റിവ്യൂസ് നമുക്ക് അതിൽ ഉണ്ടാവൂലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ കണ്ടോ ഈ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ മാവുകളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതാ വരുന്നത്? പുതിയതേതാ? ടോമി എന്നൊക്കെ പറയും. ഓക്കെ. ഇത് ഫ്ലോറിഡ വെറൈറ്റി ആണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്ത പിന്നെ കുറെ മാവുകളുണ്ട് ഞങ്ങളതിൽ. അംബിക ഇത് അംബികയാണ്. ഇത് ദൂത് പേടോ, അരുണിമ ഉണ്ട്. പിന്നെ രത്നയുണ്ട്. സൂപ്പർ മാങ്ങ. ഈ രത്നഗിരി അപ്പൂസ് എന്നൊക്കെ പറഞ്ഞ അൽഫോൺസ് അല്ല ആപ്പൂസ് അല്ല. കൂടെ ക്രോസ് ആണ് രത്ന. അത് ഞങ്ങൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിന്റെ തൈകൾ അവൈലബിൾ ആണ്. പിന്നെ H15 ആണ് ഇരിക്കുന്നത്. നീലം കാലാപ്പാടി ക്രോസ്. അങ്ങനത്തെ ഒരുവിധം നല്ല മാങ്ങകളൊക്കെ നമ്മൾ നോക്കി സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിന്റെ നല്ല പിന്നെ മാവിന്റെ എത്ര കളക്ഷൻസ് നമ്മളെ കയ്യിലുണ്ട് ഇപ്പൊ ടോട്ടല്? 100 അടുത്തായല്ലേ? ഉള്ള സാധനം 100% ഗ്യാരണ്ടിയില് ടേസ്റ്റില് നമ്മളധികം എനിക്ക് തോന്നുന്നു മറ്റേ നാരുള്ള വെറൈറ്റീസ് വല്ലാതെ അവിടെ ചെയ്യണില്ല തോന്നുന്നു അല്ലേ? അധികം ക്രീമി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. നല്ല ഫ്ലഷ് ആയിരിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ മാംഗോസ് സെലക്ട് ചെയ്യുള്ളൂ. റിവ്യൂസിലാണ് തുടങ്ങിയത്. ഏകദേശം മാങ്ങകളെ കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ട്. പിന്നുള്ള ഒരു ചാലഞ്ചിങ് നമുക്ക് നല്ല മദർ പ്ലാന്റുകൾ കിട്ടാന്നുള്ളതാണ്. അതും നമ്മൾ കണ്ടെത്തിയിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നേഴ്സറിയിലേക്ക് വരുന്നതിന് മുമ്പ് നല്ലൊരു എഫേർട്ട് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും 4-5 വർഷം ചുരുങ്ങിയത് ഇതിന്റെ പിന്നാലെയായിരുന്നു. ടേസ്റ്റ് റിവ്യൂ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് യാത്രകളും മറ്റൊക്കെ കേരളത്തിനകത്തും പുറത്തൊക്കെ ധാരാളം. നമ്മളെ പറയിൽ തന്നെ പലരും മൂർത്തികള് ഞങ്ങൾ പറമ്പിൽ കയറ്റിരുന്നൊക്കെ തമാശയാണ്. എന്നാലും രസമാണ് കേൾക്കാൻ. അവർ പറയും കാരണം ഒരു പാഷനാണ് ഞങ്ങൾക്ക് 3 പേര്. ഇത് നമ്മളെ കുറച്ച് US വെറൈറ്റി കളക്ഷൻസ് ആണ്. ഫ്ലോറിഡ കളക്ഷൻസ്. ലെമൺ സസ്റ്റ് ഉണ്ട്, ലെമൺ മരിങ്ക്, പിന്നെ ഫ്രൂട്ട് പഞ്ച്, പിന്നെ ഓറഞ്ച് ഷർബത്ത്, പിന്നെ ഒരു വെരിഗേറ്റഡ് വെറൈറ്റി ഉണ്ട്. നമ്മളധികം ഫ്ലോറിഡ വെറൈറ്റീസ് എന്നാണ് ഇവിടെ എപ്പോൾ പറയുമ്പോഴും പറയാറ്. അതെന്താ സംഭവം?
അവിടെ നല്ല മാങ്ങകളുണ്ട്, അതന്നെ സംഭവം. അതായത് നല്ല കളക്ഷൻസ് അവിടെ നിന്ന് വരുന്നുണ്ട്. നല്ല നല്ല മാങ്ങകൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രൊജക്റ്റിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. സീഡ്ലിംഗ് പ്രൊജക്ട് ആയിട്ടും ക്രോസ് പോളിനേഷൻ നമ്മൾ കുറെ കേട്ടത് കീത്ത്, കെൻഡി അല്ലെങ്കിൽ അങ്ങനത്തെ അല്ലെങ്കിൽ നമ്മൾ ഓസ്ട്രേലിയൻ ആർട്ട് അതൊക്കെ കുറച്ച് പോപ്പുലറായി. വീണ്ടും നല്ല നല്ല വെറൈറ്റികൾ വരാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ മാങ്ങ പ്രാന്തന്മാർ എന്നുള്ള ആ ഒരു പേരുണ്ടല്ലോ, അതിനെ അനർത്ഥമാക്കാനാണെങ്കിൽ പിന്നെ നമ്മൾ ഇതിന്റെ പിന്നാലെ ഓടിയത്. അതായത് നല്ല റിസൾട്ട് ഉള്ള പ്ലാന്റുകൾ നല്ല രീതിയിൽ അവിടുന്ന് പ്രൊഡക്ഷൻ ചെയ്ത് വരുന്നുണ്ടല്ലേ. ഓൾമോസ്റ്റ് ക്ലൈമറ്റ് ഓൾമോസ്റ്റ് സെയിം ആണ്. സയൻസ് തന്നെ യൂസ് വന്നിട്ടുണ്ട് ഡയറക്റ്റ് പാക്ക് ചെയ്ത്, നല്ല സൂപ്പർ പാക്കിംഗ് ആണ്. അങ്ങനെ പാക്ക് ചെയ്തിട്ട് അങ്ങനെ പാക്ക് ചെയ്ത് ചെയ്ത ഇതാണ് കേട്ടോ മാവുകൾ. ഇവിടെ ചെയ്തതാണ് ഇത് നമ്മളൊരു 1 വർഷം മുന്നേക്കെ നമ്മൾ ചെയ്ത് മാവുകളാണ്. 1-1.5 വർഷം മുന്നേ, ചിലതൊക്കെ 2 വർഷമായ മാവുകളുണ്ട്. പിന്നെ വലിയ വലിയ മാവുകളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സൈസ് കണ്ടാൽ തന്നെ മനസ്സിലാവും രഞ്ജിത്തിന് അല്ലേ, അത്യാവശ്യം വലിയ നമുക്ക് മെച്ചൂർ ആയിരിക്കും. അതെ. നമ്മുടെ ഇവിടുത്തെ പോട്ടി മിക്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെ ഞങ്ങളുടേതായ നമ്മളെ സ്പെഷ്യൽ ബോട്ടി മിക്സ് ഉണ്ട്. അതാണ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ചോദിക്കൂ. നമുക്ക് ഈ പോട്ടി മിക്സ് സെയിൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, നമ്മൾ ആവശ്യത്തിന് പറഞ്ഞു കൊടുക്കും ആൾക്കാർക്ക് എങ്ങനെ ചെയ്യണം. അതിപ്പോൾ ആര് പറഞ്ഞാലും ഞങ്ങൾ പറഞ്ഞു കൊടുക്കും എങ്ങനെയാ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നടേണ്ടത്. എല്ലാവരും പറയും ചാണകം, പിന്നെ വേപ്പമണ്ണാക്ക്, എല്ലുപൊടി, അങ്ങനെ ആ പരിപാടിയൊന്നുമില്ല നമുക്കില്ല. അതിൻ്റെ അതിപ്പോൾ നമ്മൾ കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കേട്ട് തഴമ്പിച്ച കാര്യങ്ങളാണ്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം. എല്ലാത്തിനും നമ്മൾ എല്ലുപൊടിയോ മറ്റേ വേപ്പമണ്ണാക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മാനർ എന്താണോ അത് കൊടുക്കുക എന്നുള്ളതാണ്.